അംഗീകരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഇന്ന് സപ്തഭാഷകളുടെ സംഗമഭൂമിയായ ഈ കാസർഗോഡിന് നിന്നും ആരംഭിച്ച് മാർച്ച് മാസം 7-ാം തീയതി തിരുവനന്തപുരം ജില്ലയിൽ ശ്രീ പത്മനാഭൻ്റെ തട്ടകത്തിൽ ഈ യാത്ര അവസാനിക്കും. കേരളത്തിലെ 14 ജില്ലകളിലൂടെ 10,000-കണക്കിന് ആളുകളുടെ സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ഈ ജാഥ കേരളത്തിൽ അങ്ങോളം യാത്ര ചെയ്യുന്നത്. ഈ ജാഥയിൽ ഭാരതീയ ജനതാ പാർട്ടി ഉയർത്തുന്ന മുദ്രാവാക്യം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. പുതിയ കേരളം സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമാണ് ഈ യാത്ര. കേരളം അരനൂറ്റാണ്ടുകാലമായി മാറി മാറി ഭരിച്ചു പരീക്ഷിച്ച അരനൂറ്റാണ്ടുകാലത്തെ രാഷ്ട്രീയ പ്രയാണത്തിനിടയിൽ, അതിൻ്റെ ചക്രത്തിനിടയിൽ ചതഞ്ഞെറിഞ്ഞുപോയ മലയാളികളുടെ പ്രത്യാശകളെയും പ്രതീക്ഷകളെയും പൂവണിയിക്കാനുള്ള ഒരു വലിയ പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ യാത്ര. ഒരു പുതിയ കേരളം സാക്ഷാത്കരിക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആഗ്രഹിക്കുന്നു. പുതിയ കേരളം പലതുകൊണ്ടും പുതുമയുള്ളതാണ്. ഈ കേരളം കണ്ടിട്ടുള്ള വലിയ വലിയ അഴിമതികൾക്ക് അവസാനം കുറിക്കാൻ വേണ്ടിയിട്ടുള്ള യാത്രയാണ് വിജയയാത്ര. പുതിയ കേരളം ഈ കേരളത്തിലെ അരനൂറ്റാണ്ട് കാലത്തെ അഴിമതിക്ക് നേതൃത്വം നൽകിയ ഇരു മുന്നണികളെയും തലപ്പത്തിരിക്കുന്ന ഉമ്മൻചാണ്ടിക്കും പിണറായി വിജയനും കൽത്തുറുങ്ക് സൃഷ്ടിക്കാൻ ആവശ്യമായിട്ടുള്ള കേരളമാണ് പുതിയ കേരളം നാം സൃഷ്ടിക്കാൻ വേണ്ടി പോകുന്നത്. അഴിമതിയുടെയും അരാജകത്വത്തിന്റെയും ഭാഗം ായിട്ടുള്ള രാഷ്ട്രീയ പ്രതിരോധമാണ് പുതിയ കേരളത്തിൽ നാം വിഭാവനം ചെയ്യുന്നത്. മാരീച വേഷം കെട്ടിക്കൊണ്ട് കേരളത്തിൽ പ്രണയത്തിന്റെ ജിഹാദ് സംഘടിപ്പിക്കുന്ന മതമൗലികവാദികൾക്കും മത തീവ്രവാദികൾക്കുമെതിരെയിട്ടുള്ള രാഷ്ട്രീയ പോരാട്ടമാണ് പുതിയ കേരളത്തിലൂടെ സാർത്ഥകമാക്കാൻ വേണ്ടി പോകുന്നത്. അക്രമത്തിന്റെയും അനീതിയുടെയും ഒരുപാട് കഥകൾ പറയുന്ന കേരളത്തിൽ പരശുരാമന്റെ ഈ തപോഭൂമിയിൽ ശാശ്വതമായിട്ടുള്ള ശാന്തിയെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള അഭൂതപൂർവമായിട്ടുള്ള മഹാമുന്നേറ്റത്തിന്റെ ഭാഗമായിട്ടാണ് ഈ യാത്ര. പുതിയ കേരളം പുതിയ ഒരുപാട് പ്രതീക്ഷകളുണ്ട്, ഒരുപാട് പ്രത്യാശകൾ മലയാളികൾക്ക് നൽകുന്നുണ്ട്. ഈ യാത്ര കേവലം ഒരു രാഷ്ട്രീയ യാത്ര മാത്രമല്ല. ബഹുമാനപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് ഈ യാത്രയിലുടനീളം കേരളത്തിന്റെ ഒരു പരിച്ഛേദവുമായി സമ്മതിക്കുകയാണ്. കേരളത്തെ കേരളമാക്കി മാറ്റിയ ഈ നാട്ടിലെ സാധാരണക്കാർ, പാവപ്പെട്ടവർ, കർഷകർ, തൊഴിലാളികൾ, മത്സ്യത്തൊഴിലാളികൾ, നെയ്ത്ത് തൊഴിലാളികൾ, ബീഡി തൊഴിലാളികൾ, കച്ചവടക്കാർ, അങ്ങനെ സമൂഹത്തിലെ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ വിഭാഗം ആളുകളുമായി സംവദിച്ചുകൊണ്ട് അവരുടെ എല്ലാവരുടെയും പ്രശ്നങ്ങൾ നേരിട്ടറിഞ്ഞുകൊണ്ട് ഒരു പുതിയ കേരളത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ നാട്ടിലെ പാവപ്പെട്ടവർക്കും സാധാരണക്കാർക്കും എന്താണ് പറയാനുള്ളത് എന്നറിയാനുള്ള പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് കടന്നുപോകുന്ന എല്ലാ വഴികളിലും സാധാരണക്കാരന്റെ ശബ്ദം കേൾക്കാൻ പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ തയ്യാറാവുന്നത്. പിണറായി വിജയനെ പോലെ മുതലാളിമാരുടെ ശബ്ദമല്ല സുരേന്ദ്രൻ കേൾക്കുക. ഈ നാട്ടിലെ പാവപ്പെട്ട സാധാരണക്കാരായ ലക്ഷോപലക്ഷം ആളുകളുടെ ശബ്ദമാണ് ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കേൾക്കാൻ വേണ്ടി പോകുന്നത്. എല്ലാവരുമായും സംവദിച്ചുകൊണ്ട്, എല്ലാവരെയും വാക്കുകൾ കേട്ടുകൊണ്ട്, എല്ലാവരുടെയും പ്രതീക്ഷകളെ തൊട്ടുണർത്തിക്കൊണ്ട്, എല്ലാവരുടെയും പ്രത്യാശകളെ പൂവണിയിച്ചുകൊണ്ട്, എല്ലാവരുടെയും സ്വപ്നങ്ങളെ സാക്ഷാത്കരിച്ചുകൊണ്ട്, എല്ലാവരുടെയും ആഗ്രഹങ്ങളെ സഫലീകരിച്ചുകൊണ്ടുള്ള ഒരു പുതിയ കേരളത്തിന്റെ പ്രയാണത്തിന് തുടക്കം കുറിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനെയും ഈ യാത്രയെയും അനുഗ്രഹിക്കണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. പാർട്ടി സംസ്ഥാന അധ്യക്ഷരോടൊപ്പം ഈ ജാഥയുടെ ജാഥാംഗങ്ങളായി പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാർ അഡ്വക്കേറ്റ് ജോർജ് കുര്യൻ, സി കൃഷ്ണകുമാർ, അഡ്വക്കേറ്റ് പി സുധീർ, യുവമോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ പ്രഫുൽ കൃഷ്ണൻ, മഹിളാ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷ ശ്രീമതി നിവേദിത എന്നിവരും ബഹുമാനപ്പെട്ട സംസ്ഥാന അധ്യക്ഷന്റെ കൂടെ ഈ ജാഥയിൽ അണിചേരുകയാണ്. ഈ യാത്രക്കും യാത്രാ സംഘത്തിനും യാത്രക്ക് നേതൃത്വം കൊടുക്കുന്ന ബഹുമാനായ സംസ്ഥാന അധ്യക്ഷനും ഈ കാസർഗോഡിന്റെ അനുഗ്രഹമുണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. വന്ദേ മാതരം. അടുത്തായി നമ്മെ അഭിസംബോധന ചെയ്തും സംസാരിക്കുന്നതിന് വേണ്ടി കേന്ദ്ര വിദേശകാര്യ പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി സഹമന്ത്രി ശ്രീ ബി മുരളീധരൻ അവർകളെ ബഹുമാനപുരസ്സരം ക്ഷണിക്കുകയാണ്. देश के सबसे लोकप्रिय मुख्यमंत्री आदरणीय योगी आदित्यनाथ जी, കേരളത്തിന്റെ ബഹുമാന്യനായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷൻ ശ്രീ കെ സുരേന്ദ്രൻ, ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ നേതാവ് ശ്രീ തുഷാർ വെള്ളാപ്പള്ളി, ശ്രീ പി സി തോമസ്, ശ്രീ ഒ രാജഗോപാൽ ജി, ശ്രീ കുമ്മനം രാജശേഖരൻ അവർകൾ,
ശ്രീ സി കെ പത്മനാഭൻ, ശ്രീ പി കെ കൃഷ്ണദാസ്, മറ്റ് നേതാക്കളെ, കാസർഗോഡിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ശ്രീ യോഗി ആദിത്യനാഥ്ജിയുടെ വാക്കുകൾ കേൾക്കാനായിട്ട് എത്തിയിട്ടുള്ള സഹോദരി സഹോദരന്മാരെ, മാധ്യമപ്രവർത്തകരെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ദീർഘമായിട്ട് സംസാരിക്കുന്നില്ല, കേവലം 5 മിനിറ്റ്. കാരണം എനിക്കറിയാം നിങ്ങൾ വന്നിരിക്കുന്നത് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ എന്തു പറയാനുണ്ടെന്ന് കേൾക്കാനാണ്. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന യോഗി ആദിത്യനാഥ്ജി അദ്ദേഹത്തിന്റെ സന്ദേശം കേരളത്തിന് മൃതപ്രായമായി കിടക്കുന്ന കേരളം, അഴിമതിയിൽ മുങ്ങിക്കുടിച്ചു നിൽക്കുന്ന കേരളം, ആ കേരളത്തിനെ ഉണർത്താനുള്ള സഞ്ജീവനിയുമായിട്ടാണ് യോഗി ആദിത്യനാഥ്ജി ഇതാ ശ്രീരാമന്റെ മണ്ണിൽ നിന്ന്, അയോധ്യയുടെ മണ്ണിൽ നിന്ന് ഈ കേരളത്തിൽ കാസർഗോഡിന്റെ മണ്ണിലേക്ക് എത്തിയിരിക്കുന്നത്. സുഹൃത്തുക്കളെ, അയോധ്യയിൽ ശ്രീരാമ ജന്മഭൂമിയിൽ അയോധ്യയിൽ രാമക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിന്റെ തുടക്കം കുറിച്ചതിന്റെ സൂചനയായിട്ട് സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് രാജ്പത്തിൽ നിർമ്മിക്കാൻ പോകുന്ന രാമക്ഷേത്രത്തിന്റെ മാതൃക, ആ മാതൃക രാജ്പത്തിൽ ബഹുമാന്യനായിട്ടുള്ള യോഗിജി മുഖ്യമന്ത്രിയായിട്ടുള്ള ഉത്തർപ്രദേശ് സർക്കാരിന്റെ ആഭിമുഖ്യത്തിലാണ്. ഇവിടെ കേരളത്തിലെ സ്ഥിതി എന്താ? ഉത്തർപ്രദേശിലെ സ്ഥിതി നമ്മൾ അറിയാം. കേരളത്തിലെ സ്ഥിതി എന്താ? ലാവ്ലിൻ തൊട്ട് ഏറ്റവും ഒടുവിൽ ഇങ്ങേയറ്റത്ത് ഈ നാട്ടിലെ ഏറ്റവും ദരിദ്രരായിട്ടുള്ള അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങൾ, മത്സ്യബന്ധന മേഖലയിലുള്ള മത്സ്യത്തൊഴിലാളികളെ വഞ്ചിക്കുന്ന നിലപാടുകളുമായിട്ട് എത്തിയിരിക്കുന്ന ഒരു സർക്കാർ, ആ സർക്കാരിന്റെ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ മത്സ്യത്തൊഴിലാളികളെ കുറിച്ച് നമുക്കറിയാം. ആയിരക്കണക്കിന് ആളുകളെ അവരെ മുഴുവൻ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടവരാണ് ഈ നാട്ടിലെ മത്സ്യത്തൊഴിലാളികൾ. അന്ന് ശ്രീമാൻ പിണറായി വിജയൻ ഈ നാട്ടിലെ മത്സ്യത്തൊഴിലാളികൾ വിളിച്ചത് ഈ നാടിന്റെ രക്ഷാസേന എന്നാണ്. അദ്ദേഹം പറഞ്ഞു അവർക്കതിന് പാരിതോഷികം നൽകാം, ഓരോ ദിവസവും ജോലി ചെയ്തതിന് കണക്കാക്കിയിട്ട് അവർക്ക് ദിവസവേതനം നൽകാമെന്ന് അന്ന് പിണറായി വിജയൻ പറഞ്ഞു. മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള ഈ നാട്ടിലെ സഹോദരി സഹോദരന്മാർ, മത്സ്യബന്ധന മേഖലയിലെ സഹോദരന്മാർ പറഞ്ഞു, ഞങ്ങള് ദിവസക്കൂലിക്ക് വേണ്ടിയിട്ട് പണിയെടുക്കുന്നവരല്ല. ഈ നാട്ടിൽ ഞങ്ങളുടെ സഹോദരി സഹോദരന്മാർ അവരൊരു വിഷമം നേരിട്ടപ്പോ അതിൽ അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് സഹജീവികളോടുള്ള ഞങ്ങളുടെ പ്രതിബദ്ധതയുടെ ഭാഗമായിട്ടാണ് അവരെ രക്ഷപ്പെടുത്താൻ വന്നത്. ആ ജനവിഭാഗത്തോട് ഇപ്പൊ കാണിച്ച ചതി എന്താ? കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് പറയുന്ന ശ്രീമാൻ പിണറായി വിജയൻ മത്സ്യത്തൊഴിലാളികളെ പിന്നിൽ നിന്ന് കുത്തിയ ചതിയനായിട്ട് മാറിയിരിക്കുകയാണ്. ഈ നാട്ടിലെ മത്സ്യബന്ധന മേഖലയിൽ, ആഴക്കടൽ മേഖലയിൽ അമേരിക്കൻ കമ്പനികളെ കൊണ്ടുവന്ന് ഈ നാട്ടിലെ സാധാരണ മത്സ്യത്തൊഴിലാളികളുടെ അവരുടെ ജീവിതോപാധി, അവന്റെ അന്നം പൊട്ടിക്കുന്ന തരത്തിൽ ആഴക്കടൽ മീൻപിടുത്തത്തിനുള്ള കരാർ ഒപ്പിട്ടിരിക്കുകയാണ്. കേന്ദ്ര സർക്കാർ, നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ 2019 അധികാരമേറ്റെടുത്തപ്പോ ഈ നാട്ടിലെ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് ഒരു പ്രത്യേക വകുപ്പ് രൂപീകരിച്ചു. കേരളത്തിലെ നിരവധി സ്ഥലങ്ങളടക്കം ഈ രാജ്യത്തെ എല്ലാ കടലോര മേഖലകളിലും മത്സ്യബന്ധന മേഖലയ്ക്ക് പുതുജീവൻ നൽകാനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചു. പിണറായി വിജയൻ പറയുന്നത് ഞങ്ങൾ ട്രോളർ, അമേരിക്കൻ ട്രോളർ കൊണ്ടുവന്ന് ഈ നാട്ടിലെ മീൻ പിടിക്കുമെന്നാണ്. നരേന്ദ്രമോദി പറഞ്ഞില്ലേ, നിങ്ങൾക്ക് ട്രോളർ വേണമെങ്കിൽ ഞങ്ങൾ തരാം, കേന്ദ്ര സർക്കാർ തരാം. കേന്ദ്ര സർക്കാരിന്റെ ട്രോളർ വാങ്ങിയില്ല, പകരം അമേരിക്കൻ കമ്പനിയുടെ
നടക്കാൻ പറ്റില്ല, സ്വന്തം കീശ വീർപ്പിക്കാൻ പറ്റില്ല. അമേരിക്കൻ കമ്പനികളുടെ ട്രോളർ വാങ്ങിയാൽ അതിലൊരംശം മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരുടെ കീശകളിലേക്ക് പോകും. ഈ അഴിമതിക്ക് വേണ്ടിയിട്ടുള്ള ആസൂത്രിത ശ്രമമാണ് നടക്കുന്ന സാഹചര്യത്തിലാണ് അഴിമതി വിരുദ്ധമായിട്ടുള്ള കേരളത്തിന്റെ സൃഷ്ടിക്ക് വേണ്ടിയിട്ട് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ കെ സുരേന്ദ്രൻ ഈ യാത്ര തുടങ്ങുന്നത്. പിണറായി വിജയന് വിദേശ കമ്പനികളുമായിട്ട് ഒപ്പിടാനുള്ള അധികാരം ആര് കൊടുത്തു? ഈ രാജ്യത്തിന്റെ ഭരണഘടന അനുശാസിക്കുന്നത് ഒരു സംസ്ഥാന സർക്കാരിന് വിദേശ കമ്പനികളുമായിട്ട് കരാർ ഒപ്പിടണമെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ അനുവാദം വാങ്ങണം. വാങ്ങിയിട്ടുണ്ടോ? എന്തുകൊണ്ട് വാങ്ങിയില്ല? ഈ രാജ്യത്തെ ഭരണഘടനയെയും ഈ നാട്ടിലെ നിയമങ്ങളെയും ലംഘിച്ചുകൊണ്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീമാൻ പിണറായി വിജയന്റെ സർക്കാർ മത്സ്യബന്ധന മേഖലയിലെ തൊഴിലാളികളെ മുഴുവൻ വഞ്ചിച്ചുകൊണ്ട് അമേരിക്കൻ കമ്പനിയുമായിട്ട് കരാർ ഒപ്പിട്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ചതിയന്മാരെ തുറന്നു കാണിക്കാൻ, ഇത്തരത്തിലുള്ള കൊള്ളക്കാരെ തുറന്നു കാണിക്കാൻ, ഇത്തരത്തിലുള്ള അഴിമതിക്കാരെ തുറന്നു കാണിക്കാൻ അതിനുവേണ്ടിയുള്ള ഈ യാത്ര ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന വേളയിൽ യാത്രാ നായകൻ ശ്രീ കെ സുരേന്ദ്രന് ആശംസകൾ നേരുന്നു. ആ യാത്രയുടെ ഉദ്ഘാടനം നടത്താൻ ഇവിടെ എത്തിയിട്ടുള്ള യോഗി ആദിത്യനാഥ്ജിയുടെ കരങ്ങളാൽ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന ഈ യാത്ര തിരുവനന്തപുരത്തും ലക്നൌവിൽ സഹായകരമായിട്ടുള്ള യാത്രയായിരിക്കും എന്ന് നമുക്ക് ഉറച്ചു വിശ്വസിക്കാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. അടുത്തായി നമ്മളോട് സംസാരിക്കുന്നതിന് വേണ്ടി കാസർഗോഡിൻ്റെ ഭാഷാ സംഗമ ഭൂമിയായ കാസർഗോഡ് നിന്നും ഇന്ന് ആരംഭിക്കുന്ന വിജയയാത്രയുടെ നായകൻ, കേരളത്തിന്റെ ജനനായകൻ, കേരളത്തിൽ അഴിമതിക്കെതിരെ സന്ധിയില്ലാ സമരം നടത്തുന്ന കെ സുരേന്ദ്രനെ ಬಹುಮಾನಪುರಸ್ಸರಂ ഇവിടെ സംസാരിക്കുന്നതുകൊണ്ട് ക്ഷണിക്കുകയാണ്. ಈ ವೇದಿಕೆಯಲ್ಲಿ ಉಪಸ್ಥಿತರಿರುವ ಉತ್ತರ ಪ್ರದೇಶದ ಮುಖ್ಯಮಂತ್ರಿ ನಮ್ಮೆಲ್ಲರ ನೆಚ್ಚಿನ ನಾಯಕರಾದ ಶ್ರೀ ಯೋಗಿ ಆದಿತ್ಯನಾಥ್ ರವರೇ, ಉಪಸ್ಥಿತರಾದ ಗಣ್ಯರೇ, ಶ್ರದ್ಧೆ ತಾಯಂದರೇ, ಬಂಧುಗಳೇ, ನಿಮಗೆಲ್ಲರಿಗೂ ನನ್ನ ನಮಸ್ಕಾರ. ಇವತ್ತು ಕೇರಳ ಒಂದು ಬದಲಾವಣೆಗಾಗಿ ಸಂಕಲ್ಪ ಇಟ್ಟುಕೊಂಡು ಉದ್ಘಾಟನೆ ಮಾಡೋದಕ್ಕೆ ಈ ವಿಜಯ ಯಾತ್ರೆಗೆ ನಮ್ಮ ನೆಚ್ಚಿನ ನಾಯಕರು ಶ್ರೀ ಹೆಮ್ಮೆಯ ಮುಖ್ಯಮಂತ್ರಿ ಉತ್ತರ ಪ್ರದೇಶನ ಶ್ರೀ ಯೋಗಿ ಆದಿತ್ಯನಾಥ್ ಬಂದದು. ಕೋಡೆ ಮುಲ್ಪ ಒಂಜು SDP ನಕ್ಕಳು ಸುಡಾಪಿ ನಕ್ಕಳು ಒಂಜು ಪ್ರೆಸ್ ಮೀಟ್ ಲತ್ತೇರು ಎಂಜಿನ ಬಂಡೇರು ಯೋಗಿ ಆದಿತ್ಯನಾಥ್ ಅವರೇ ಕಾಸರಗೋಡು ಬರೆಯರು ಬುಡೇರ ಸುಡಾಪಿನಕ್കളെ ಒಂಜಿ ಆಲೋಚನೆ ಮಾಡ್ಪುಳೆ ಉಪ್ಪುನ ಲೀಡರ್ ಯೋಗಿ ಆದಿತ್ಯನಾಥ್ ನಿಕ್ಕಳಿನ ಪಿಣರಾಯಿ ಲತ್ നിക്കലിന് പിണറായിലത്ത്, ഉമ്മൻചാണ്ടിലത്ത്, കുഞ്ഞാലിക്കുട്ടിലത്ത് ഉത്തർപ്രദേശിൽ ഭീകരവാദികളെ കൈകാര്യം ചെയ്യുന്ന ശ്രീ യോഗി ആദിത്യനാഥാണ് ഈ മണ്ണിൽ വന്നിരിക്കുന്നത്. കേരളത്തിൽ തീവ്രവാദ ശക്തികളെ താലോലിക്കുന്ന സർക്കാരാണുള്ളത്. ഉത്തർപ്രദേശിൽ യോഗി ഭീകര പ്രവർത്തകരെ കൂട്ടത്തോടെ തീവ്രവാദികളെ ഭീകരന്മാരെ മന്ത്രിസഭയിൽ എടുക്കുകയാണ് പിണറായി വിജയൻ സർക്കാർ. ഉത്തർപ്രദേശിൽ തീവ്രവാദികൾക്ക് ജയിലറ കൊടുക്കുമ്പോൾ പിണറായി വിജയൻ മന്ത്രിസഭയിൽ അംഗമാക്കുകയാണ് തീവ്രവാദികളെ. സുഹൃത്തുക്കളെ, ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. ഈ വിജയയാത്ര കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ പരിവർത്തനത്തിന്റെ കാഹളമൂതിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ 6 പതിറ്റാണ്ട് കാലം കേരളം മാറി മാറി ഭരിച്ച ഇടത് വലത് മുന്നണികൾക്കെതിരായിട്ടുള്ള ശക്തമായ ജനവികാരത്തിന്റെ പ്രതിഫലനമാണ്
ഈ യാത്രയിലൂടെ ഈ നാട് കാണാൻ പോകുന്നത്. അഴിമതിക്കാരായിട്ടുള്ള, വർഗീയവാദികളായിട്ടുള്ള, രാജ്യദ്രോഹികളെ സഹായിക്കുന്ന, വികസനം മുരടിപ്പിക്കുന്ന, തൊഴിലില്ലാത്ത ചെറുപ്പക്കാരെ വഞ്ചിക്കുന്ന ഇടതു വലതു മുന്നണികളെ പരാജയപ്പെടുത്തിക്കൊണ്ട് ദേശീയതയുടെ ശബ്ദം കേരളത്തിന്റെ മണ്ണിലും മഞ്ചേശ്വരത്ത് നിന്ന്, കാസർഗോഡ് നിന്ന് നമുക്ക് ജൈത്രയാത്ര, കേരളത്തെ മോചിപ്പിക്കാനുള്ള ജൈത്രയാത്ര ആരംഭിക്കേണ്ടതായിട്ടുണ്ട്. 60 കൊല്ലത്തിന് ശേഷം LDF-ഉം UDF-ഉം ഭാരതീയ ജനതാ പാർട്ടി ഉയർത്തുന്ന, ദേശീയ ജനാധിപത്യ സഖ്യം ഉയർത്തുന്ന രാഷ്ട്രീയം ചർച്ച ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. ശബരിമലയെക്കുറിച്ച് ഉരിയാടാൻ തുടങ്ങിയിരിക്കുന്നു ഉമ്മൻചാണ്ടിയും വിജയരാഘവനും. ഉമ്മൻചാണ്ടി പറയുന്നു ശബരിമലയിൽ നിയമം കൊണ്ടുവരും. ഉമ്മൻചാണ്ടിയെപ്പോൾ അവലംബിച്ച മറ്റൊരു നേതാവും കേരളത്തിലില്ല. വേട്ടയാടിയപ്പോൾ ഉമ്മൻചാണ്ടി വഞ്ചനാപരമായ നിലപാട് പിണറായി വിജയൻ വിശ്വാസം തകർത്തപ്പോൾ ചേർത്ത് നിൽക്കാനും ക്ഷേത്രം സംരക്ഷിക്കാനും ഭാരതീയ ജനതാ പാർട്ടി മാത്രമാണ് ഉണ്ടായിരുന്നത്. അതിനെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി കണ്ണടച്ചവരെ കേരളം വെറുതെ വിടില്ല എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, വിജയരാഘവൻ പറഞ്ഞു ഭൂരിപക്ഷ വർഗീയത ന്യൂനപക്ഷ വർഗീയതയാണ് ഭൂരിപക്ഷ വർഗീയതയേക്കാൾ അപകടം. ഒരു ദിവസം കഴിഞ്ഞപ്പോൾ വിജയരാഘവൻ നിലപാട് തിരുത്തി. ന്യൂനപക്ഷ വർഗീയ ശക്തി മുന്നണികൾ വർഗീയ രാഷ്ട്രീയമാണ്, വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് കേരളത്തിൽ. വികസനം തടസ്സപ്പെടുത്തുന്നവരാണ് കേരളത്തിൽ. തൊഴിലില്ലാത്ത ചെറുപ്പക്കാരെ വഞ്ചിക്കുന്നവരാണ് കേരളത്തിലുള്ളത്. ഇതിനെല്ലാം മാറ്റം വരുത്തണം. ഒരു പുതിയ കേരളം ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി, ദേശീയ ജനാധിപത്യ സഖ്യം ഈ വിജയയാത്രയുമായി മുന്നോട്ട് പോകുന്നത്. ഈ മണ്ണിൽ യോഗി ആദിത്യനാഥ് അവർ ഈ യാത്ര തുടങ്ങുമ്പോൾ നിന്ന് ഭാഷാ സംഗമ ഭൂമിയിൽ നിന്ന്, ബഹുഭാഷാ സംഗമ ഭൂമിയിൽ നിന്ന് പിന്തുണയും പ്രാർത്ഥനയും ഉണ്ടാകണമേ എന്ന് നിങ്ങൾക്ക് നമസ്കാരം. വന്ദേ മാതരം. ഭാരത് മാതാ കി. ബോലോ യോഗി ആദിത്യനാഥ് കി. ദേശീയ രാഷ്ട്രീയത്തിലെ
भारत माता की, भारत माता की, भारत माता की। वंदे वंदे वंदे। भारतीय जनता पार्टी बहनों, आदि शंकर और सरदेव नारायण गुरु की इस धरती को मैं कोटि कोटि नमन करता हूं। केरल की धरती पर हम सबको गौरव की अनुभूति होती है, क्योंकि पूरे भारत की एकता और अखंडता में केरल का बहुत बड़ा योगदान है। इसी धरती पर जन्मे आदि शंकर ने भारत के 4 कोनों में 4 पीठों की, धार्मिक पीठों की स्थापना करके आज से हजारों वर्ष पहले भारत की सांस्कृतिक एकता का संदेश दिया था और भारत के अंदर परिवर्तन लाने का कार्य किया। मैं केरल की इस धरती पर जन्मे हुए इन पूज्य संतों का कोटि कोटि नमन करते हुए आप सबके इस विजय यात्रा के लिए आप सबको अपनी ओर से, उत्तर प्रदेश की ओर से हृदय से शुभकामना देने के लिए आपके बीच में आया हूं। मैं आपका हृदय से अभिनंदन करता हूं, स्वागत करता हूं। ഭാരതീയ ജനതാ പാർട്ടിയുടെ വിജയയാത്രയുടെ ഈ ശുഭാരംഭത്തിൻ്റെ അവസരത്തിൽ അധ്യക്ഷത വഹിക്കുന്ന ശ്രീ കുമ്മനം രാജശേഖരൻ, ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ കെ സുരേന്ദ്രൻ, കേന്ദ്രമന്ത്രി ശ്രീ വി മുരളീധരൻ, എൻ്റെ സുഹൃത്ത് ശ്രീ പി സി തോമസ്, വേദിയിലും അതുപോലെ തന്നെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന നേതാക്കളെ, അതുപോലെ തന്നെ ഈ മഹാജന സഞ്ചയത്തെ ഞാൻ കണ്ടിട്ട് എനിക്ക് സന്തോഷം വരികയാണ്. ഈ കേരളത്തിൻ്റെ മണ്ണിൽ നിൽക്കുന്ന അവസരത്തിൽ എനിക്ക് അഭിമാനം തോന്നുന്നു. ആദിശങ്കരന്റെ ഭൂമിയാണിത്, ശ്രീനാരായണ ഗുരുവിന്റെ ഭൂമിയാണിത്. ഭാരതത്തില് അഖണ്ഡതയുടെ മന്ത്രം ചൊല്ലിക്കൊടുത്ത ആദിശങ്കരന്റെ മണ്ണിൽ നിൽക്കുമ്പോൾ ആദിശങ്കരൻ ഈ ഭാരതത്തിന്റെ 4 കോണുകളില് 4 പീഠങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് സാംസ്കാരിക ഏകതയുടെ
പാഠങ്ങൾ നമ്മളെ പഠിപ്പിച്ചപ്പോൾ, സദ്ഭാവനയുടെ പാഠങ്ങൾ നമ്മളെ പഠിപ്പിച്ച അദ്ദേഹമാണ്. അദ്ദേഹം ഈ മണ്ണിലാണ് ജനിച്ചത്. അതുപോലെ തന്നെ നമ്മുടെ ഭാരതത്തിന്റെ ജീവിതത്തിലൊരു പരിവർത്തനത്തിന്റെ പാത കാണിച്ചു തന്ന നാരായണ ഗുരുവിന്റെ ഭൂമിയാണിത്. ഈ ഭൂമിയെ ഞാൻ കോടി കോടി നമിക്കുകയാണ്. ഈ വിജയയാത്രയ്ക്ക് എന്റെ ഹൃദയത്തിന്റെ പേരില് നിങ്ങൾക്കെല്ലാം ആശംസകൾ അർപ്പിക്കുകയാണ്. भाइयों बहनों, केरल के अंदर भारतीय जनता पार्टी का कार्यकर्ता जिन विपरीत परिस्थितियों में कार्य कर रहा है, वह सचमुच आपके साहस और भारत के प्रति, भारत माता के प्रति और केरल की समृद्धि के लिए आपकी ये प्रतिबद्धता को दोहराता है। ये सचमुच यहां के उन सभी कार्यकर्ताओं को जो सीपीएम और अन्य उन तत्वों के खिलाफ मजबूती से लड़ाई लड़ते हुए मूल्यों और आदर्शों की राजनीति करने के लिए अपने आप को समर्पित किए हुए हैं, उन सभी कार्यकर्ताओं का मैं हृदय से स्वागत करता हूं, अभिनंदन करता हूं। സഹോദരി സഹോദരന്മാരെ, ഈ കേരളത്തിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകര് എത്രമാത്രം വിപരീതമായിട്ടുള്ള സാഹചര്യത്തിലാണ് കഷ്ടപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഭാരതമാതായുടെ ആത്മാഭിമാനം കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി, കേരളത്തിന്റെ സമൃദ്ധിക്ക് വേണ്ടി നമ്മുടെ പ്രവർത്തകര് ഇവിടെ കഷ്ടപ്പെടുകയാണ്. അതുപോലെ തന്നെ CPM പോലെയുള്ള രാഷ്ട്രീയ കക്ഷികള് കേരളത്തിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരെ അവർ ക്രൂരമായിട്ടാണ് നേരിടുന്നത്. തത്വത്തിന്റെ അടിസ്ഥാനത്തിലെ, മൂല്യത്തിന്റെ അടിസ്ഥാന ഇവിടെ പ്രവർത്തിക്കുന്ന പ്രവർത്തകരെ എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ നിങ്ങളെ ആദരിക്കുകയാണ്, ആശംസിക്കുകയാണ്. भाइयों बहनों, केरल के अंदर सीपीएम की सरकार हो या इससे पहले कांग्रेस की सरकार, इन लोगों ने केरल के अंदर भ्रष्टाचार फैलाने के सिवाय कुछ भी नहीं किया। जनभावनाओं के साथ खिलवाड़ करना, यहां पर केरल की धरती को अव्यवस्था और अराजकता का शिकार अपने राजनीतिक स्वार्थों के लिए इनके द्वारा किया जा रहा है। आप सब जानते हैं, इसी केरल की धरती पर 2009 में केरल के माननीय उच्च न्यायालय ने लव जिहाद की समस्या की ओर यहां की सरकार का ध्यान आकर्षित किया था, लेकिन यहां की सरकार लव जिहाद के नाम पर प्रारंभ की जा रही यहां की पूरी व्यवस्था को ध्वस्त करने की उस साजिश के खिलाफ आज तक कोई प्रभावी कानून नहीं बना पाई। लेकिन उत्तर प्रदेश के अंदर कुछ ही केस आए थे, लव जिहाद के खिलाफ एक सख्त कानून बना करके हम लोगों ने ऐसे तत्वों के खिलाफ कार्रवाई करना प्रारंभ किया है। സഹോദരി സഹോദരന്മാരെ, ഈ കേരളത്തില് CPMന്റെ സർക്കാരാണെങ്കിലും കോൺഗ്രസിന്റെ സർക്കാരാണെങ്കിലും അഴിമതി മാത്രമാണ് ജനങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നത്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ വേണ്ടി ഈ മണ്ണില് അവരൊന്നും ചെയ്തിട്ടില്ല. ഈ ഭൂമിയില്, കേരളത്തിന്റെ ഭൂമിയില് അവ്യവസ്ഥയും അതുപോലെ തന്നെ അരാജകത്വവും കൊണ്ടുവരുവാൻ വേണ്ടിയാണ് അവർ ശ്രമിച്ചിട്ടുള്ളത്. 2009 ഈ കേരളത്തിന്റെ ന്യായാലയം പറയുകയുണ്ടായി, ഈ കേരളത്തില് ലവ് ജിഹാദ് ഉണ്ട് എന്ന്. എന്നാൽ ആ ലവ് ജിഹാദിനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളൊന്നും സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, അതിനനുകൂലമായിട്ടുള്ള നടപടികളാണ് ഇവിടുത്തെ സർക്കാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഉത്തർപ്രദേശിലെ സർക്കാർ ആ ലവ് ജിഹാദിനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ശക്തമായിട്ടുള്ള
നിയമമുണ്ടാക്കി എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. मित्रों, लव जिहाद के बारे में यहां की न्यायालय ने 2009 में इस बात को स्पष्ट किया था कि लव जिहाद केरल जैसे स्टेट को इस्लामिक स्टेट बनाने की साजिश का हिस्सा है। उस सब के बावजूद उसे चिंता नहीं है, न सुरक्षा की और नहीं इसकी आड़ में केरल के खिलाफ और देश के खिलाफ की जा रही साजिश के बारे में कोई प्रभावी कार्रवाई नहीं हो पा रही है। हम सबको इसके खिलाफ जागरूक होना पड़ेगा और इसीलिए आज केरल की आवश्यकता है भारतीय जनता पार्टी। भारतीय जनता पार्टी न केवल आपको समृद्धि का बल्कि प्रत्येक नागरिक को बिना भेदभाव के सुरक्षा की गारंटी भी दे सकती है। സുഹൃത്തുക്കളെ, കേരളത്തിന്റെ നീതിപീഠം 2009 പറയുകയുണ്ടായി, ലവ് ജിഹാദ് സ്റ്റേറ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് എന്ന് പറയുകയുണ്ടായി. പക്ഷേ ഇവിടെ ഭരിക്കുന്നത് ആരായാലും കേരളത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയല്ല, ദേശത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി അല്ല അവർ ഭരിക്കുന്നത്. അതിനുവേണ്ടിയുള്ള നടപടികൾ അവർ സ്വീകരിച്ചില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ജാഗ്രത പുലർത്തേണ്ടിയിരിക്കുന്നു. കേരളത്തിന്റെ ആവശ്യം ഭാരതീയ ജനതാ പാർട്ടി ജയിക്കുക എന്നുള്ളതാണ്. കേരളത്തിന് എല്ലാവിധ സമൃദ്ധിയും നൽകുക എന്ന് മാത്രമല്ല, ഓരോ പൗരനും ഭേദഭാവമില്ലാതെ അവന് ക്ഷേമ जनता पार्टी लक्ष्यम। भाइयों बहनों, केरल के अंदर यहां की वर्तमान सरकार कैसे जनभावनाओं के साथ खिलवाड़ कर रही है, सबरीमाला प्रकरण उसका एक उदाहरण है। एक तरफ सबरीमाला के नाम पर जनभावनाओं का कार्य यहां की सरकार करती है और दूसरी तरफ यहां पर कुछ ऐसे संगठनों को अराजकता फैलाने की छूट सरेआम दी जाती है जो यहां के मंदिरों और चर्चों पर हमला करके जनभावनाओं के साथ खिलवाड़ करते हैं। आप सब जानते हैं, केरल जैसे स्टेट में अगर जब सत्ता के संरक्षण में इस प्रकार की अराजकता फैलेगी तो स्वाभाविक रूप से ऐसे तत्वों के दुस्साहस बढ़ेंगे जिन्होंने अभी हाल ही में अपनी एक रैली के माध्यम से राष्ट्रीय स्वयंसेवक संघ के बारे में किस प्रकार के पोस्टरबाजी की थी। वे पोस्टरबाजी इस बात को साबित करती है कि उनकी मंशा भारतीय जनता पार्टी, आरएसएस या फिर इस देश के लिए और केरल के प्रति किस प्रकार की है। हमें इस समय रहते इस प्रकार की साजिश के खिलाफ और जो साजिश का हिस्सा यहां की सरकार बन रही है, उस साजिश को समय रहते उसके खिलाफ सजग होकर के प्रत्येक केरल वासी को जागरूक करना होगा। केरल की सरकार सबरीमाला के प्रकरण में जनास्था के साथ खिलवाड़ करती है, लेकिन आपने देखा होगा उत्तर प्रदेश में जनभावना का सम्मान करते हुए अयोध्या में प्रधानमंत्री मोदी जी ने भव्य राम मंदिर के कार्य का शुभारंभ किया है। ये भव्य राम मंदिर के निर्माण का कार्य, ये भारत के राष्ट्र मंदिर के निर्माण के कार्यक्रम को आगे बढ़ाने का है। ये केवल एक मंदिर नहीं बल्कि भारत की आस्था को सम्मान देने का कार्य किया गया है और भारत की इस आस्था के सम्मान के लिए केरल की ओर से जो योगदान दिया गया है और जो दिया जा रहा है, मैं इसके लिए केरल की जनता का हृदय से अभिनंदन करता हूं, आभार व्यक्त करता हूं। പ്രിയമുള്ളവരെ, ജനഹിതത്തിനനുസരിച്ചല്ല അവർ പ്രവർത്തിക്കുന്നത്. ശബരിമലയിൽ അവർ ജനഹിതത്തിന് എതിരായിട്ടാണ് പ്രവർത്തിച്ചത്.
മാത്രമല്ല ചില തീവ്രവാദി സംഘടനകള് അവര് ക്ഷേത്രങ്ങളും അതുപോലെ തന്നെ ചർച്ചുകളും അവര് എതിരായിട്ട് പ്രവർത്തിക്കുന്നവര്, അതിനൊക്കെ എതിരായിട്ട് പ്രവർത്തിക്കുന്നവരെ സഹായിക്കുന്ന രീതിയിലാണ് ഇവിടെ ഭരിക്കുന്നത്. ഈ അടുത്ത കാലഘട്ടത്തിലോ നിങ്ങൾ ഇവിടെ ഒരു റാലി കണ്ടു. എന്തായിരുന്നു? കണ്ണൂർ ജില്ലയിലാണ്. എന്തായിരുന്നു ആ റാലി? RSSനെയും അതുപോലെ തന്നെ അങ്ങനെയുള്ള രാഷ്ട്രസ്നേഹ സംഘടനകളെ ആക്ഷേപിക്കുന്ന രീതിയിലുള്ള ഒരു റാലിയും പോസ്റ്ററുമാണ് അവരിറക്കിയത്. ഈ രാജ്യത്തെ തകർക്കുന്നതിന് വേണ്ടിയുള്ള, രാജ്യത്തിന് വേണ്ടിയുള്ള ചിന്തയെ തകർക്കുന്നതിന് വേണ്ടിയുള്ള ഗൂഢാലോചനയാണ് നടക്കുന്നത്. തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം ജാഗ്രത പുലർത്തേണ്ടിയിരിക്കുന്നു. ഈ രാജ്യത്തിന് വേണ്ടി ജാഗ്രത പുലർത്തേണ്ടിയിരിക്കുന്നു. ശബരിമലയില് അവര് ഇവിടത്തെ സർക്കാർ ജനഹിതത്തിനെതിരായിട്ട്, വിശ്വാസികളുടെ വിശ്വാസത്തിന് എതിരായിട്ടാണ് പ്രവർത്തിച്ചതെങ്കിൽ നിങ്ങൾ നോക്കൂ, ഉത്തർപ്രദേശില് മോഡിജി രാമമന്ദിരത്തിന്റെ ശിലാസ്ഥാപനം സ്ഥാപിച്ചിരിക്കുകയാണ്. രാമമന്ദിരം എന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും രാഷ്ട്രമന്ദിരമാണ്. ഈ രാജ്യത്തിന്റെ മന്ദിരമായിട്ട് മാറിയിരിക്കുകയാണ്. അതിനുവേണ്ടി ഈ കേരളത്തിലെ ജനത നൽകുന്ന സംഭാവനയ്ക്ക്, സഹായത്തിന് ഞാൻ ഹൃദയത്തിന്റെ ഭാഷയില് കേരളത്തിലെ ജനങ്ങളോട് ഞാൻ നന്ദി പറയുകയാണ്. भाइयों बहनों, CPM की केरल की सरकार ने केवल यहां की जनता की भावनाओं के साथ खिलवाड़ करने का ही काम नहीं किया, बल्कि यहां भी आपस में बांटने का कार्य किया है। अपने राजनीतिक स्वार्थ के लिए CPM की सरकार यहां पर तमाम ऐसे संगठनों को अराजकता फैलाने की खुली छूट दे रही है, जो न केवल सुरक्षा के लिए बल्कि एकता और अखंडता के लिए भी गंभीर चुनौती प्रस्तुत कर रहे हैं। दूसरी तरफ यहां पर न केवल उन्होंने मनुष्यों को आपस में बांटा है, बल्कि इस सरकार ने तो बैंकों को भी बांटने का काम किया था। हलाल नाम का एक नया बैंक खोलने की कुत्सित चेष्टा केरल के अंदर करने का प्रयास इस सरकार की विभाजनकारी मानसिकता को ही प्रदर्शित करता है। हमें विभाजन नहीं, हमें तो अपनी संस्थाओं को मजबूती के साथ आगे बढ़ाने और उसके माध्यम से प्रत्येक नागरिक के जीवन में खुशहाली लाने का कार्य करना है। आज प्रधानमंत्री मोदी जी के नेतृत्व में पूरे देश के अंदर जो अभियान चला है, सबका साथ, सबका विकास और सबका विश्वास, इस अभियान के साथ जुड़ करके प्रत्येक केरलवासी भी शासन की योजना से लाभान्वित हो सके, यह कार्य भारतीय जनता पार्टी अपने सहयोगी दलों के साथ मिलकर के करेगी और इसे यहां के जन जन तक पहुंचाने की आवश्यकता है कि भारतीय जनता पार्टी ही जैसे मोदी जी के देश के अंदर गरीब कल्याण की योजनाओं को, नौजवानों के लिए योजनाओं को, महिलाओं के लिए की जाने वाले तमाम प्रकार के कार्यक्रमों को लेकर के आगे बढ़ रही है, वही कार्य केरल के अंदर भी होना चाहिए और केरल के अंदर भारतीय जनता पार्टी ही इस कार्य को आगे बढ़ाएगी। इसके लिए आज आप सबका आह्वान करने के लिए मैं आपके बीच यहां पर उपस्थित हुआ हूं। സഹോദരീ സഹോദരന്മാരെ, CPMന്റെ ഭരണം കേരളത്തിലെ ജനവികാരവുമായിട്ട് അവരേതാണ്ട് ഏറ്റുമുട്ടുകയാണ്. ഈ അവസരത്തിൽ അവർ ജനങ്ങളെ വിഭജിക്കുന്നതിന് വേണ്ടിയുള്ള രാഷ്ട്രീയമാണ് കളിക്കുന്നത്. ഇവിടുത്തെ തീവ്രവാദി സംഘടനകൾക്ക് അവർ സഹായം കൊടുത്തു, ഏകതയ്ക്കും അഖണ്ഡതയ്ക്കും എതിരായിട്ട് അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ജനങ്ങളെ വിഭജിക്കുവാൻ വേണ്ടി അവർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു.
ജനങ്ങളെ വിഭജിക്കുക മാത്രമല്ല, ബാങ്കുകളെ അവർ വിഭജിക്കുന്നു. ഹലാൽ ബാങ്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബാങ്ക് ഇവിടെ സ്ഥാപിക്കുവാൻ വേണ്ടി അവർ ശ്രമിക്കുകയാണ്. മനുഷ്യനെയും തമ്മിലടിപ്പിക്കുന്നതിന് വേണ്ടി. ഇതിനെതിരെ മാനവികതയുടെ ശബ്ദമായിട്ട് നാം ശക്തമായിട്ട് മുന്നോട്ട് നീങ്ങേണ്ടിയിരിക്കുന്നു. നമ്മുടെ പദ്ധതി എന്ന് പറയുന്നത് ജാതിയും മതവും നോക്കാതെ ഓരോ പൗരനും അവന് വികസനത്തിനുള്ള, അവന് മുന്നോട്ട് പോകുന്നതിനുള്ള പദ്ധതികളാണ്. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള പദ്ധതികളാണ് സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ് എന്നുള്ള മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എല്ലാവരെയും ഒരുമിച്ച് നിർത്തിക്കൊണ്ട് അങ്ങോട്ട് മുന്നോട്ട് പോകുകയാണ്. കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയോടൊപ്പം ഇവിടുത്തെ ഘടകകക്ഷികളും അതിന് സഹായം നൽകുകയാണ്. അതുകൊണ്ട് എനിക്ക് പറയുവാനുള്ളത്, ക്ഷേമ പദ്ധതികള്, ജനങ്ങൾക്ക് വേണ്ടിയുള്ള ക്ഷേമ പദ്ധതികള്, യുവാക്കൾക്ക് വേണ്ടിയുള്ള പദ്ധതികള്, മഹിളകൾക്കുള്ള പദ്ധതികള്, അതെല്ലാം തന്നെ ഓരോ പൗരനിലെത്തണം. ജനങ്ങളോട് പറയണം. അങ്ങനെ ഭാരതീയ ജനതാ പാർട്ടി ഈ കേരളത്തില് വിജയിക്കുന്നതിനുള്ള അന്തരീക്ഷം ഉണ്ടാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. भाइयों बहनों, केरल के अंदर चाहे एलडीएफ रहा हो या यूडीएफ, ये दोनों भ्रष्टाचार की प्रतीक रहे हैं. यहां की जनता को शासन की योजनाओं से वंचित करने वाली रही हैं. उत्तर प्रदेश देश के अंदर आबादी के हिसाब से सबसे बड़ा राज्य है. 24 करोड़ की आबादी उत्तर प्रदेश में निवास करती है और उस 24 करोड़ की आबादी में आपने देखा होगा कोरोना प्रबंधन किस रूप में होता है. उत्तर प्रदेश के अंदर आज के दिन पर 2000 से भी कम एक्टिव केस कोविड के उत्तर प्रदेश के अंदर बचे हैं. कोविड की नियंत्रण के लिए बहुत अच्छी कार्य योजना वहां पर बना करके, क्योंकि केंद्र में मोदी जी के नेतृत्व की सरकार जो मार्गदर्शन करती है और जिन योजनाओं को देती है, उन योजनाओं का ईमानदारी के साथ उत्तर प्रदेश के नागरिकों को उपलब्ध कराने का कार्य किया जा रहा है. और इसीलिए बेहतर कोविड प्रबंधन के लिए WHO ने भी उत्तर प्रदेश सरकार की सराहना की है. आखिर कोविड नियंत्रण केरल के अंदर क्यों नहीं होता है? केरल की सरकार, यहां के मुख्यमंत्री और यहां की सरकार तो पहले उत्तर प्रदेश के हेल्थ इंफ्रास्ट्रक्चर पर हंसती थी, लेकिन आज दुनिया कोविड प्रबंधन में फेल होने के लिए केरल की सरकार पर हंस रही है. केरल की सरकार को केरल की जनता के सामने इसका जवाब देना चाहिए. സുഹൃത്തുക്കളെ, കേരളത്തില് LDF ആയാലും UDF ആയാലും അത് അഴിമതിയുടെ പ്രതീകങ്ങളായിട്ട് മാറിയിരിക്കുകയാണ്. ഭരണത്തിലൂടെ ജനങ്ങൾക്ക് ആനുകൂല്യങ്ങൾ നൽകാതെ അവര് അവഗണിക്കുകയാണ്. എന്നാൽ ഞാൻ UP-യിൽ നിന്നാണ് വരുന്നത്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനമാണ് UP. 24 കോടി ജനങ്ങളാണ് UP-യിലുള്ളത്. ആ 24 കോടി ജനങ്ങളുള്ള UP-യില് കൊറോണ എങ്ങനെ നിയന്ത്രിച്ചു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇന്ന് 2000-ൽ കുറവാണ് അവിടെ ഈ കൊറോണ കേസസ്. ഏതായാലും UP ശക്തമായിട്ടുള്ള നടപടികൾ എങ്ങനെയാണോ മോഡിജി നിർദ്ദേശിച്ചത്, അതിന്റെ അടിസ്ഥാനത്തില് പദ്ധതികൾ നടപ്പിലാക്കി. അതുകൊണ്ട് അവിടെ കൊറോണ നിയന്ത്രിക്കുവാൻ സാധിച്ചു. ലോക ആരോഗ്യ സംഘടന UP-യെ അഭിനന്ദിച്ചിരിക്കുകയാണ് ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചതിന്. എന്തുകൊണ്ട് കേരളത്തിലെ സർക്കാരിന് നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല? ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ മുഖ്യമന്ത്രി UP-യുടെ കാര്യം പറഞ്ഞ് ചിരിക്കുമായിരുന്നു. ഇന്ന് ലോകം മുഴുവൻ കേരളത്തിലെ സർക്കാരിന്റെ പരാജയം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചിരിക്കുകയാണ്. അങ്ങനെ ഈ സർക്കാർ പരാജയപ്പെട്ടിരിക്കുകയാണ് കോവിഡ് നിയന്ത്രിക്കുന്ന കാര്യത്തില്. केरल के अंदर यहां का युवा यहां पर ईमानदारी से नौकरी न मिलने के कारण केरल से पलायन करने के लिए मजबूर हो रहा है. और उत्तर प्रदेश में
4 वर्ष में 4 लाख नौजवानों को सरकारी नौकरी पूरी पारदर्शी ईमानदारी के साथ उत्तर प्रदेश सरकार ने उपलब्ध करवाई है। केरल की बहुत सारी बहनें तो उत्तर प्रदेश के अंदर भी वहां पे शासकीय सेवा में भी और निजी क्षेत्र की सेवा में भी कार्य कर रही हैं। कहीं कोई समस्या उनके सामने नहीं है। यही नहीं, निजी क्षेत्र में भी भारी पैमाने पर निवेश को उत्तर प्रदेश के अंदर आमंत्रित किया गया है और केंद्र सरकार की मदद से उत्तर प्रदेश में वर्तमान में 30 नए मेडिकल कॉलेज बनाए जा रहे हैं। 40 लाख गरीबों को एक आवास उपलब्ध कराया गया है। 1 करोड़ 38 लाख से अधिक लोगों को विद्युत का कनेक्शन उपलब्ध करवाया गया है। स्वयं उनके टॉयलेट आपके सामने उदाहरण है जल केंद्र सरकार के द्वारा, मोदी जी के द्वारा प्रत्येक नागरिक के लिए उपलब्ध कराई जाती है, तो उस योजना में भी मोदी जी और केंद्र सरकार का नाम कटवाने का प्रयास होता है। पैसा तो लेते हैं, लेकिन योजनाओं के नाम साथ प्रधानमंत्री जी और केंद्र सरकार का नाम जोड़ने में निसंकोच होता है। भाइयों बहनों, हमें केरल सरकार की वास्तविकता को समझने का प्रयास करना चाहिए। इनका विकास में नहीं, केरल के विकास में नहीं, केरल के नागरिकों के उत्थान में नहीं, बल्कि केवल सीपीएम के कैडर के विकास में इनकी रुचि है और सीपीएम के कैडर के विकास के लिए केरल की जनता के साथ धोखा बंद होना चाहिए और यही आह्वान करने के लिए आज आपके बीच में हम लोग आए हैं। പ്രിയമുള്ളവരെ, കേരളത്തിലെ യുവാക്കള് ജോലി കിട്ടാതെ വിഷമിക്കുകയാണ്, ഇന്ന് സമരം ചെയ്യുകയാണ്. പക്ഷേ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു, യു പിയിൽ കഴിഞ്ഞ 4 വർഷം കൊണ്ട് 4 ലക്ഷം തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് ജോലി കൊടുക്കുവാൻ സാധിച്ചു. കേരളത്തിലെ അനേകം സഹോദരി സഹോദരന്മാര് യു പിയിൽ ജോലി ചെയ്യുന്നുണ്ട്. സർക്കാരിന്റെ കീഴിലുള്ള ആരോഗ്യ സ്ഥാപനങ്ങളിലും അതുപോലെ തന്നെ പ്രൈവറ്റ് സ്ഥാപനങ്ങളിലും ജോലി ചെയ്യുന്നുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നവുമില്ല. ആ പ്രൈവറ്റ് ആയിട്ടുള്ള സ്ഥാപനങ്ങളിലും അവർക്ക് നല്ല രീതിയിലുള്ള പരിഗണന കിട്ടുന്നുണ്ട് എന്ന് സംസ്ഥാന സർക്കാർ ഉറപ്പുവരുത്തുന്നു. മാത്രമല്ല, കേന്ദ്ര സർക്കാരിന്റെ സഹായത്തോടുകൂടി യു പിയില് 30 മെഡിക്കൽ കോളേജുകളാണ് ഈ കഴിഞ്ഞ വർഷങ്ങളിൽ സ്ഥാപിച്ചത്. പാവപ്പെട്ടവർക്ക് 40 ലക്ഷം വീടുകൾ കൊടുത്തു. സൗജന്യമായിട്ട് വൈദ്യുതി 1,38,00,000 പേർക്കാണ് കൊടുത്തത്. 2 കോടി ജനങ്ങൾക്ക് ടോയ്ലറ്റ് കൊടുത്തു. അതുപോലെ ആയുഷ്മാൻ ഭാരത് 5 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് 10 കോടി വീടുകളിലാണ് കൊടുത്തത്. അങ്ങനെ പദ്ധതികൾ നടപ്പിലാക്കുകയാണ്. പക്ഷേ കേരളത്തിലെ സർക്കാരിന്
ഇത് നടപ്പിലാക്കുവാൻ താല്പര്യമില്ല. നിങ്ങൾക്കറിയാം, ഇപ്പോഴൊരു പദ്ധതിയുണ്ട്, ജൽജീവൻ പദ്ധതി. എല്ലാ വീടുകളിലും പൈപ്പിലൂടെ കുടിവെള്ളം എത്തിക്കുന്ന പദ്ധതിയാണ്. അത് ഭാരതം മുഴുവൻ നടപ്പിലാക്കുക തുടങ്ങിയില്ല. മാത്രമല്ല, അത് വേണ്ട രീതിയിൽ നടപ്പിലാക്കുന്നില്ല. ഈ മോഡി സർക്കാരിന്റെ പദ്ധതികള്, അത് ഭവന നിർമ്മാണ പദ്ധതികളാണെങ്കിലും, ആയുഷ്മാൻ ഭാരതിന്റെ പദ്ധതിയായാലും, ടോയ്ലറ്റിന്റെ പദ്ധതിയാണെങ്കിലും അവര് നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്നില്ല. കേന്ദ്ര സർക്കാരിന്റെ പണം വേണം, പക്ഷേ മോഡിയുടെ പേര് പാടില്ല, കേന്ദ്രത്തിന്റെ പേര് പാടില്ല, പണം മതി എന്നാണ് അവർ പറയുന്നത്. തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങളെ ഇത് പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കിക്കണം. ഇവിടുത്തെ സർക്കാർ കേരളത്തിന്റെ വികസനത്തിന് വേണ്ടിയല്ല, ജനങ്ങളുടെ ഉദ്ധാരണത്തിന് വേണ്ടിയല്ല അവർ ശ്രമിക്കുന്നത്. CPM കേഡറുകളുടെ വികാസത്തിന് വേണ്ടിയാണ്, അവരുടെ രക്ഷയ്ക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു സർക്കാരാണ്. അല്ലാതെ ഭേദഭാവമില്ലാതെ BJPയുടെ സർക്കാരിനെ പോലെ ഓരോ പൗരന്മാർക്കും ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുന്ന സർക്കാരല്ല എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. भाइयों बहनों, शुरुआत अच्छी होती है तो अंत भी बहुत अच्छा होता है। और आज बीजेपी केरल की इस विजय यात्रा का जो शानदार शुरुआत हो रही है, शुभकामनाएं हैं कि यह यात्रा केरल के अंदर भारतीय जनता पार्टी की विजय यात्रा के साथ ही स्टेट में भारतीय जनता पार्टी बेहतरीन प्रदर्शन करते हुए सरकार बनाने की ओर अग्रसर होगी। क्योंकि मुझे विश्वास है, आज मोदी जी के नेतृत्व में जो विश्वास आम जनमानस के मन में आया है, केरल के अंदर भी वहां पर CPM की सरकार थी। और आप जानते हैं कि त्रिपुरा के अंदर जब वहां की सरकार 35 वर्षों से चली आ रही थी, लेकिन जब उनके पास मोदी जी के नेतृत्व की भारतीय जनता पार्टी की सरकार के कार्यों की और लोक कल्याणकारी योजनाओं का लाभ पहुंचा, जब वहां पे इलेक्शन हुए 2 वर्ष पूर्व, तो त्रिपुरा में 2/3 मेजोरिटी के साथ भारतीय जनता पार्टी वहां पर सरकार बनाई है। आज नॉर्थ ईस्ट में त्रिपुरा हो, मणिपुर हो, अरुणाचल हो, असम है, इन सभी राज्यों में भारतीय जनता पार्टी की सरकारें बेहतरीन तरीके से कार्य कर रही है। और भारतीय जनता पार्टी विकास के लिए तो कार्य कर ही रही है, साथ साथ अलगाववाद और आतंकवाद पूरी तरह उन क्षेत्रों से समाप्त भी हो गया है। केरल के अंदर भी भारतीय जनता पार्टी के कार्यकर्ताओं ने त्याग और बलिदान का, शौर्य और पराक्रम का जो एक नया इतिहास रचा है, इस इतिहास को अब आगे बढ़ाने की आवश्यकता है। और इसके लिए इस विजय यात्रा का शुभारंभ आप सबके लिए शुभ हो, यह अपनी पूरी शुभकामना आप सबके प्रति व्यक्त करने के लिए आज मैं विशेष रूप से इस विजय यात्रा के शुभारंभ के अवसर पर यहां पर आपके बीच में उपस्थित हुआ हूं। आप सबके लिए और इस पूरी यात्रा के लिए, विधानसभा चुनाव के लिए मेरी शुभकामनाएं, उत्तर प्रदेश की शुभकामनाएं और देश की शुभकामनाएं आप सबके प्रति है। इस विश्वास के साथ मैं अपनी वाणी को यहीं पर विराम देता हूं। धन्यवाद। जय हिंद, जय जय श्री राम। സഹോദരീ സഹോദരന്മാരെ, തുടക്കം നന്നായി കഴിഞ്ഞാൽ അന്ത്യം വരെയും നല്ലതായിരിക്കും. അതുകൊണ്ട് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്, തീർച്ചയായിട്ടും വിജയയാത്ര ഒരു മഹാവിജയമായിട്ട് മാറുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. ഈ വിജയയാത്ര കേരളത്തില് ഭാരതീയ ജനതാ പാർട്ടിയുടെ വളർച്ചയുടെ നാന്ദിയായിട്ട് മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. തീർച്ചയായിട്ടും അങ്ങനെ ഈ ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ അധികാരത്തിൽ വരുന്ന രീതിയിലേക്ക് ഈ യാത്ര മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്, ത്രിപുരയില് 25 വർഷ കാലഘട്ടം CPM ഭരിച്ചതാണ്. അവർ ജനങ്ങളെ അടിച്ചമർത്തുകയായിരുന്നു. മോഡിയുടെ സർക്കാർ വന്നു, ജനക്ഷേമ പദ്ധതികള്
അവിടുത്തെ ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവിടെ മാറ്റമുണ്ടായി. ത്രിപുരയിൽ ഇന്ന് 3-2 ഭൂരിപക്ഷത്തിന് ഭാരതീയ ജനതാ പാർട്ടിയാണ് ഭരിക്കുന്നത്. നമുക്കറിയാം, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളില് ത്രിപുരയാണെങ്കിലും മണിപ്പൂരിലാണെങ്കിലും ആസാമിലാണെങ്കിലും എല്ലാം തന്നെ ഭാരതീയ ജനതാ പാർട്ടി അങ്ങനെ വികസനത്തിൻ്റെതായിട്ടുള്ള ഒരു വികാരം ജനങ്ങളിൽ ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. അത് തീർച്ചയായിട്ടും ഇവരുണ്ടാക്കുവാൻ ശ്രമിക്കുന്നത് വിഭജനത്തിന്റെ വികാരമാണ്, അതുപോലെ തന്നെ ഭീകരവാദത്തിന്റെ വികാരമാണ്. അതിനെ നമ്മൾ തകർക്കേണ്ടിയിരിക്കുന്നു. എനിക്കറിയാം, കേരളത്തിലെ പ്രവർത്തകര് ത്യാഗം സഹിച്ചുകൊണ്ട്, കഷ്ടപ്പാട് സഹിച്ചുകൊണ്ട് ഇതിനെതിരെ പടപൊരുതുകയാണ് എന്ന് എനിക്കറിയാം. തീർച്ചയായിട്ടും നിങ്ങൾ മുന്നോട്ട് പോകണം എന്ന് പറയുന്നതിന് വേണ്ടിയാണ് ഞാൻ വന്നത്. നിങ്ങളുടെ ഈ പ്രവർത്തനങ്ങൾക്ക്, നിങ്ങളുടെ വിജയത്തിന് വേണ്ടി തീർച്ചയായിട്ടും ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള പേരില്, UP-യുടെ പേരിൽ, ഉത്തർപ്രദേശിന്റെ പേരില്, രാജ്യത്തിന്റെ പേരില് ആശംസകൾ നേരുകയാണ്. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട യോഗി ആദിത്യനാഥ് ജി, പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് ശ്രീ സുരേന്ദ്രൻ ജിക്ക് പാർട്ടി പതാക കൊടുത്തുകൊണ്ട് ഈ യാത്ര ഉദ്ഘാടനം ചെയ്യും. അതിനുശേഷം യാത്ര ചെയ്യുന്ന രഥത്തിന് മുമ്പിൽ നാളികേരം മുടച്ച് ശ്രീ സുരേന്ദ്രന്റെ കൂടെ യോഗി രഥത്തിൽ യാത്ര ചെയ്യും. जय बोलो भारत माता के, जय बोलो भारत माता के, जय बोलो भारत माता के, जय जय के सुरेंद्रन, जय जय के सुरेंद्रन, जय जय के सुरेंद्रन. ഈ യാത്രയുടെ സമാരംഭം